ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ചോക്കോ ബിസ്ക്കറ്റ് പുഡിങ്ങാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. മാത്രമല്ല, ഇതിലേക്ക് ഞാൻ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ബിസ്ക്കറ്റ് നമ്മൾ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ആ ബിസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് മധുരമുള്ള മിക്സ് ചേർക്കുമ്പോൾ ഒരു ഓവർ മധുരം വരുന്നില്ല. നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു മിക്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു നുള്ള് വാനില എസൻസും ആവശ്യത്തിന് പാലും ചേർത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു 1/2 ലിറ്റർ പാലിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ശേഷം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഒരു വിസ്ക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ടയില്ലാതെ തന്നെ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ കുറഞ്ഞ ഫ്ലെയിമിലാക്കിയിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വേറൊരു മിക്സും കൂടി റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്കും പാലും കൂടി നല്ല രീതിയിൽ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ബിസ്ക്കറ്റ് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏത് ട്രേയിലാണോ നമ്മൾ പുഡിങ് റെഡിയാക്കി എടുക്കുന്നത്, ആ ട്രേയിൽ നമ്മൾ ഏത് ബിസ്ക്കറ്റാണോ എടുക്കുന്നത് ആ ബിസ്ക്കറ്റ് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റ് പൊടികളൊക്കെ ആക്കിയിട്ട് എല്ലാ ഭാഗവും ഫില്ലാക്കിയിട്ട് വെക്കുന്നുണ്ട്. ശേഷം നമ്മൾ കണ്ടൻസ് മിൽക്കിൻ്റെയും പാലിൻ്റെയും മിശ്രിതം ഇതിന് മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്, അതായത് കൊക്കോ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഒഴിച്ച് കൊടുക്കുക. രണ്ടാമത്തെ ലെയറായിട്ട് വീണ്ടും ബിസ്ക്കറ്റുകൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. ആദ്യം ഈ പാലിൻ്റെ ഒരു മിക്സും പിന്നെ നമ്മുടെ കൊക്കോയുടെ ആ ഒരു മിക്സും കൂടി ചേർക്കുക. പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ബൈ ഫ്രം സിനു ഷംസി. അസ്സലാമു അലൈക്കും.